അപ്പോൾ നല്ല ഫ്രഷായിട്ടുള്ള പച്ചമീൻ എങ്ങനെ വീട്ടിൽ ഉണക്കിയെടുക്കാമെന്നുള്ള വീഡിയോ ആണ് നമ്മളിന്ന് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് അയില കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വില കുറവിലൊക്കെ അയിലയോ ചാളയോ ഏത് മീനാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇതേപോലെ ചെയ്യാം. അത് കിട്ടുമ്പോൾ നമുക്ക് ഇതേപോലെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ഈ അയിലയുടെ തലഭാഗത്തുള്ള ചെകിളയൊക്കെ ഒന്ന് കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ കൈകൊണ്ട് ഇത് വലിച്ചാൽ കിട്ടുന്നതേ ഉള്ളൂ. അതൊന്ന് കത്തി വെച്ച് വിടിയിച്ച് നമുക്കിത് വലിച്ചെടുക്കണം. അപ്പോൾ ഈ ഭാഗത്തും ഒന്ന് കത്തി വെച്ച് ഒന്ന് വരഞ്ഞു കൊടുക്കുക. എന്നിട്ട് നമുക്ക് കൈകൊണ്ട് പിടിച്ച് വലിക്കുമ്പോൾ അതിൻ്റെ വേസ്റ്റൊക്കെ കൂടി കിട്ടും. അത് നമുക്ക് വേസ്റ്റൊക്കെ നന്നായിട്ട് കളയണം. പിന്നെ ഈ വയറിൻ്റെ ഭാഗത്തായിട്ട് കുറച്ചൊന്ന് താത്തി കുറച്ചൊന്ന് വാല് ഭാഗത്തേക്കായിട്ട് കട്ട് ചെയ്യണം. അവിടെയൊക്കെ നല്ലോണം ഉപ്പ് പിടിക്കാനായിട്ട്. അപ്പം നമുക്ക് അതൊന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ വേസ്റ്റൊക്കെ ഉണ്ട്, പരിഞ്ഞനും വേസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ പരിഞ്ഞം നമുക്ക് വറുക്കാനായിട്ടൊക്കെ എടുക്കാം. വേസ്റ്റൊക്കെ കളഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് അത് കഴുകിയെടുക്കണം. അപ്പം ഞാൻ ഈ കാണിക്കണ പോലെ വീഡിയോയിൽ കാണുന്ന പോലെ അതേപോലെ മുറിച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ വേസ്റ്റ് നമുക്ക് വൃത്തിയാക്കി എടുക്കുക. കൈ വെച്ച് ആ വേസ്റ്റൊക്കെ എടുക്കുക. വേസ്റ്റ് നമുക്ക് വേറൊരു പാത്രത്തിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഉൾഭാഗം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ മീൻ ക്ലീൻ ചെയ്ത് എടുക്കേണ്ട, അയില മീൻ ക്ലീൻ ചെയ്ത് എടുക്കേണ്ടത്. ഇനി ഇത് നമുക്ക് ഒന്നും കൂടിയും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്നും കൂടിയും കഴുകിയെടുക്കണം. ഇതുപോലെ നമ്മൾക്ക് മറ്റുള്ള മീനൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ വേറൊരു മീനും കൂടി ഞാൻ ചെയ്ത് കാണിക്കാം. അതിനായിട്ട് ഒരു അയില എടുക്കുക. നമ്മൾ ഈ വയറിൻ്റെ ഭാഗത്തൊന്ന് കത്തി വെച്ചിട്ടൊന്ന് കീറി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ആ തലയുടെ ഭാഗത്തുനിന്ന് ഈ കാണുന്ന ഭാഗത്തുനിന്ന് ഒന്ന് കൈകൊണ്ട് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് പൊട്ടി കിട്ടും. അതല്ലെങ്കിൽ കത്തി വെച്ച് ഒന്ന് വരഞ്ഞു കൊടുത്തിട്ട് കൈകൊണ്ട് പിടിച്ച് വലിച്ച് അതിൻ്റെ വേസ്റ്റൊക്കെ എടുക്കുക. അത് വേസ്റ്റിലേക്ക് കളയുക. എന്നിട്ട് ഈ വയറിൻ്റെ ഭാഗത്ത് ഒന്ന് താത്തി വാലിൻ്റെ ഭാഗത്തേക്ക് ഒന്ന് കട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ അവിടെയൊക്കെ ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് കുറച്ച് താത്തി കട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള വേസ്റ്റൊക്കെ എടുത്ത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. അപ്പോൾ ഇതിങ്ങനെ ക്ലീൻ ചെയ്യണ സമയത്ത് ചിലപ്പോൾ തലയുടെ ഭാഗത്തൊക്കെ ഒരു പുഴു പോലെ ഒരു സാധനമൊക്കെ കിട്ടും. ഇതാ കണ്ടോ, ഇതേപോലെ പുഴുള്ള പോലെ ഒരു സാധനമൊക്കെ ഇതിൻ്റെ വായയിൽ ഇരിക്കുന്നുണ്ടാവും. അതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ ചിലവർക്കൊക്കെ അറിയുന്നുണ്ടാവും. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കാണിക്കണത് കേട്ടോ, ഇതേപോലെ ഒന്ന് കാണിക്കണത്. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ അയിലയും നമുക്ക് ഇതേപോലെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുക്കാം. അപ്പം ഞാനിതൊക്കെ ഒന്ന് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കട്ടെ. അപ്പം ഞാനിവിടെ എല്ലാ അയിലയും ഇതേപോലെ അതിൻ്റെ ഉള്ളിലത്തെ വേസ്റ്റൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വിനീഗറും ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് ഇവിടെ ഒരു 10 മിനിറ്റ് വെക്കുന്നുണ്ട്. നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ഉണക്കമീൻ അതെങ്ങനെയാണ് അവർ വെയിലത്ത് വെച്ച് ഉണക്കണത് അല്ലെങ്കിൽ അത് എങ്ങനെയൊക്കെയാണ് ചെയ്യണതെന്നൊന്നും നമുക്കറിയില്ല. നല്ല വൃത്തിയിലാണോ എന്നൊന്നും അറിയില്ല. പക്ഷെ നമുക്ക് വീട്ടിൽ നന്നായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് അതിൻ്റെ ടേസ്റ്റും ഉണ്ടാവും. പിന്നെ നല്ല രീതിക്ക് തന്നെ നമ്മൾ വൃത്തിയിൽ ഉണ്ടാക്കിയെടുക്കൂല്ലേ. അപ്പോൾ നമുക്ക് വിശ്വസിച്ച് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ വില കുറവിൽ മീനൊക്കെ കിട്ടുമ്പോൾ ഉണക്കമീൻ കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് വറുത്ത് കഴിക്കാനോ കറി വെച്ച് കഴിക്കാനോ ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഇതേപോലെ ചെയ്യാവുന്നതാണ്. അപ്പം ഞാനിത് ഉപ്പും വിനീഗറും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ട് വെള്ളം ഒഴിച്ച് കഴുകി എടുക്കാം. ഇപ്പോൾ 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ മീനൊക്കെ ഞാനിവിടെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഇതേപോലെ ഒരു സ്ട്രെയിനർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഈ മീനൊക്കെ ഓരോന്ന് അടക്കി വെച്ചിട്ട് അതിലത്തെ വെള്ളം ഒന്ന് തോരാനായിട്ട് വെക്കാം. അപ്പം നന്നായിട്ട് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് പോട്ടെ. അതിൻ്റെ എന്തെങ്കിലും വെള്ളങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കിട്ടാനായിട്ട് നമുക്ക് ഇതേപോലെ സ്ട്രെയിനറിൽ ഒരു 1/2-3/4 മണിക്കൂറൊക്കെ വെച്ച് കൊടുക്കാം.
കൊടുക്കാം. അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ഇതുപോലെ വെക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു കൊട്ടയുണ്ടെങ്കിൽ, നെറ്റ് പോലത്തെ കൊട്ടയുണ്ടെങ്കിൽ അതും കൂടി അത് കമത്തി വെച്ച് കൊടുക്കുക. അപ്പോൾ ഈച്ചയൊക്കെ ആർക്കാണ്ടിരിക്കാനും പൂച്ചയൊക്കെ കൊണ്ടുപോകാണ്ടിരിക്കാനും ഒക്കെ അത് നല്ലതാണ്. അപ്പം ഇപ്പോൾ ഒരു 3/4 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇതിലത്തെ വെള്ളമൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഉപ്പിട്ട് വെക്കാം. അതിനായിട്ട് ഞാനിവിടെ ഇതുപോലെ ഒരു ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് പാത്രം വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ലെയർ കല്ലുപ്പ് ഇട്ട് കൊടുക്കുക. ഞാൻ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. കല്ലുപ്പ് തന്നെ ഇട്ട് കൊടുക്കാനായിട്ട് നോക്കുക. പൊടിയുപ്പിനേക്കാളും നല്ലത് കല്ലുപ്പാണ്. അപ്പം ഞാൻ ഒരു ലെയർ നന്നായിട്ട് തന്നെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പിടണതിൽ മടി കാണിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഉണക്കമീനാണ്, കേട് വരാണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് തന്നെ ഉപ്പിട്ട് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഒരു ലെയർ ഉപ്പ് നന്നായിട്ട് പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ഓരോ മീനും വെച്ച് കൊടുക്കണം. അപ്പോൾ മീൻ വെച്ച് കൊടുക്കുമ്പോൾ മീനിൻ്റെ ഉള്ളിൽ ഇതേപോലെ നമ്മൾ വരഞ്ഞു വെച്ചിട്ടുള്ള ഭാഗത്തൊക്കെ നന്നായിട്ട് തന്നെ കല്ലുപ്പ് ഇട്ട് കൊടുക്കുക. അതുപോലെ തലയുടെ ഉള്ളിലും ഒക്കെ നന്നായിട്ട് കല്ലുപ്പ് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം മീനിൻ്റെ പുറത്തും കല്ലുപ്പ് കൊണ്ട് കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ ഉപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഉപ്പിൽ അങ്ങോട്ട് മീനിനെ കെടുത്തി വയ്ക്കുക. നമ്മൾ നന്നായിട്ട് തന്നെ ഉപ്പിൽ കെടുത്തി വെക്കാൻ നോക്കണം. ഞാൻ ഈ ചെയ്യണ പോലെ നമ്മൾക്ക് മീനൊക്കെ എടുത്ത് അതുപോലെ തന്നെ ഉപ്പിട്ട് കൊടുത്ത് ചെയ്യുക. അപ്പോൾ ഈ വയറിൻ്റെ ഭാഗത്ത് കത്തി വെച്ചിട്ട് ഒന്ന് വാലിൻ്റെ ഭാഗത്തേക്ക് ഒന്ന് വരഞ്ഞു കൊടുക്കാൻ പറയണത്. ഇതേപോലെ ഉപ്പൊക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ നല്ലോണം ഉപ്പ് അതിൽ പിടിക്കാനും കേട് വരാണ്ടിരിക്കാനും വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ഒരു ലെയർ മീൻ ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മീനിൻ്റെ മുകളിൽ കല്ലുപ്പ് വിതറി കൊടുക്കാം. നന്നായിട്ട് തന്നെ കല്ലുപ്പ് വിതറി കൊടുക്കുക. ഇപ്പം നമ്മൾ മീനിൻ്റെ മുകളിൽ നന്നായിട്ട് തന്നെ കല്ലുപ്പ് വിതറിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഓരോ മീനെടുത്തിട്ട് ഇതുപോലെ തന്നെ മീനിൻ്റെ ഉള്ളിൽ ഉപ്പൊക്കെ വെച്ച് തലയുടെ ഉള്ളിലൊക്കെ ഉപ്പൊക്കെ നന്നായി വെച്ച് കൊടുത്ത് മീനിൻ്റെ പുറത്തും നന്നായിട്ട് ഉപ്പൊക്കെ പുരട്ടി കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ഈ ഉപ്പിൻ്റെ മുകളിലേക്ക് ഓരോ ലെയർ മീൻ വെച്ച് കൊടുക്കാം. ഇതുപോലെ നമ്മൾ എല്ലാ മീനും ലെയറായിട്ട് ഉപ്പിട്ട് കൊടുക്കുക, മീൻ വയ്ക്കുക, ഉപ്പിട്ട് കൊടുക്കുക, മീൻ വയ്ക്കുക. അങ്ങനെ നമ്മൾ എല്ലാ മീനും ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഈ ചെയ്തിരിക്കുന്ന പോലെ തന്നെ ഉപ്പിലിട്ട് വെച്ചാൽ നമ്മുടെ മീനൊന്നും കേട് കൂടാണ്ട് നല്ല ടേസ്റ്റിൽ തന്നെ നമുക്ക് ഉണക്കമീൻ വീട്ടിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും. നല്ല പോലെ വെച്ചിട്ടില്ലെങ്കിൽ ഈ മീനിലൊക്കെ പിറ്റേ ദിവസം പുഴുവൊക്കെ വരാനും അത് കേട് വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം നന്നായിട്ട് തന്നെ ഉപ്പിട്ട് കൊടുത്ത് ഇതേപോലെ വെച്ച് കൊടുക്കുക. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് നമുക്ക് പുറത്ത് തന്നെ വെക്കണം. അപ്പോൾ ഒരു ദിവസം, അതായത് നമ്മളിപ്പോൾ ഉപ്പിട്ട ദിവസം, ഉപ്പിട്ട് വെച്ച ആ ദിവസം ഉണ്ടല്ലോ, അത് ഫുള്ളായിട്ട് നമ്മൾ പുറത്ത് തന്നെ വെക്കണം. ഇനി നമുക്ക് നാളെ ഇത് എടുത്തിട്ട് വെയിലത്ത് വെക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഒരു ദിവസം പുറത്താണ് വെക്കണത്. അങ്ങനെയാണ് നമ്മൾ ഉണക്കമീൻ ചെയ്യാറ്. അപ്പം ഞാൻ ഇതിന് മുമ്പ് ഉണക്കമീൻ ചെയ്തപ്പോഴും ഇതുപോലെ തന്നെയാണ് ചെയ്തത്. അപ്പം നമുക്കിത് ഇതുപോലെ ഒരു നെറ്റ് വെച്ച് മൂടി സൂക്ഷിച്ച് വെക്കാം. അപ്പം ഞാനിത് ഇതിൻ്റെ ചട്ടിയുടെ മുകളിൽ ഒരു തട്ട് കൊണ്ട് അടച്ചിട്ട് നെറ്റിട്ടാണ് മൂടി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ മീൻ ഉപ്പിലിട്ടിട്ടുള്ള പിറ്റേ ദിവസമാണ് നമ്മളിതിപ്പോൾ നോക്കണത്. അപ്പോൾ ദാ ഉപ്പിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോഴും ഇനിയും ഉപ്പൊക്കെ അലിയാനുണ്ട്. അപ്പം നമുക്ക് ഈ വെള്ളം ഒഴിച്ചിട്ട്, വെള്ളം വേണ്ട, നമുക്ക് വെള്ളം ഊറ്റി കളയണം. അപ്പം നമുക്ക് ഓരോ മീനും ഇത് നമുക്ക് ഒരു അരിപ്പയിലേക്ക് എടുത്തു വെക്കാം. ഈ വെള്ളം ഇല്ലാണ്ട് നമുക്ക് എടുത്തു വെക്കാം. ആ വെള്ളം ഊറ്റി കളയുമ്പോൾ വെള്ളത്തിൻ്റെ അടിയിൽ നിറയെ ഉപ്പും കല്ലുണ്ടാവും. അതൊക്കെ നമുക്ക് ഈ മീനിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കണം. അപ്പം ഞാനിതൊരു അരിപ്പയിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട്. വെള്ളം ഇല്ലാത്ത രീതിയിൽ എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദാ ഇപ്പം തന്നെ നന്നായിട്ട് ഉണങ്ങിയ പോലെ തന്നെയാണ് ഇരിക്കണത്. നല്ല വടി പോലെ ആയിട്ടുണ്ട് മീനൊക്കെ. അപ്പോൾ ദാ ചട്ടിയുടെ അടിയിൽ വെള്ളം, ഉപ്പ് വെള്ളം ഉണ്ട്. ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് അതിൻ്റെ അടിയിലുള്ള ഉപ്പൊക്കെ നമ്മൾ ഈ മീനിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് വെയിലത്ത് വെച്ചിട്ട് ഒരു ദിവസം, അതായത് ഇന്നത്തെ ദിവസം നമുക്കിത് വെയിൽ കൊള്ളിക്കണം. അപ്പോൾ ഒറ്റ ദിവസം നമ്മൾ വെയിൽ കൊള്ളിച്ചാൽ മതി. അത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്കിതൊന്ന് വെയിൽ കൊള്ളിക്കാനായിട്ട് വെയിലത്ത് വെക്കാം.
അപ്പോൾ നമ്മൾ ഒരു ചാക്കിൽ വെയിലത്ത് വെക്കാനായിട്ട് ഉണക്കാനായിട്ട് ഒരു കവറിലാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വെയിലത്ത് വെച്ച് പരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഉപ്പോട് കൂടി തന്നെ പരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലുള്ള ഉപ്പുകളൊക്കെ അതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു വല വെച്ച് കൊടുത്ത് നമുക്കിത് ഒരു ദിവസം വെയിൽ കൊള്ളിക്കണം. അപ്പോൾ ഇനി വൈകുന്നേരം നമുക്ക് ഇത് എടുക്കാം. അപ്പോൾ കാക്കയോ പൂച്ചയൊക്കെ കൊണ്ടുപോകാണ്ട് സൂക്ഷിച്ച് വെക്കുക. നമ്മൾ ഒറ്റ ദിവസം ഇത് വെയിൽ കൊള്ളിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ഉണക്കമീനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അയില ഇവിടെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിത് ഒരു സിപ്ലോക്ക് കവറിലോ അല്ലെങ്കിൽ നല്ലൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലോ ഇത് അടക്കി വെച്ചിട്ട് ആ ഉപ്പോട് കൂടി തന്നെ, കല്ലുപ്പൊക്കെ ഉണ്ട് ഇതിൻ്റെ മേലെയൊക്കെ, അപ്പോൾ പുറമേയൊക്കെ കല്ലുപ്പ് കെടുക്കുന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ചാക്കിലിട്ട് ഇപ്പോൾ ചാക്കിലൊക്കെ കല്ലുപ്പുകൾ കെടുക്കുന്നുണ്ടാവും, അതൊക്കെ വടിച്ചെടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ മേലെ ഇട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഒരു പ്രശ്നം വരില്ല. എത്ര നാൾ വേണമെങ്കിൽ കേടുകൂടാണ്ട് ഇരുന്നോളും. ഇപ്പോൾ കടയിൽ നിന്ന് കിട്ടുന്ന അതിനേക്കാളും വലിയ നല്ല ടേസ്റ്റിൽ നല്ല വൃത്തിയുള്ള ഉണക്കമീൻ നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഉണക്കയില കറി വെക്കുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഞാനിത് ഇതേപോലെ ഒരു കവറിൽ നന്നായിട്ട് കെട്ടി വയ്ക്കുകയാണ് ചെയ്യുക. ഈ കവറ് വേറൊരു കവറിലും കൂടിയും ഇറക്കി വെച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കും. നിങ്ങളുടെ കയ്യിൽ സിപ്പ് ലോക്ക് കവർ ഉണ്ടെങ്കിൽ അതിൽ വെച്ച് കൊടുത്ത് നന്നായിട്ട് തന്നെ ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ ഒരു നല്ല പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് അടച്ച് വെച്ച് കൊടുത്താൽ മതി. നമുക്ക് ആവശ്യത്തിന് എടുത്ത് കറി വയ്ക്കുകയോ വറുക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.